ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗായിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന്. സോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ കനകക്കുന്നിൽ വേടൻ വരാൻ പോവാണ് ഈവനിങ്ങിൽ. അപ്പോൾ നമുക്ക് അവിടെയും പോകണം, പിന്നെ ലുലു മാളിലും കൂടെ പോകണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കാണാം. ഞാൻ ഇന്ന് ഈ ഒരു പാൻറ്റാണ് കേട്ടോ ഇടുന്നത്. ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചതാണ്. അതിനോടൊപ്പം പെയർ ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് ടീഷർട്ടാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പെയർ ചെയ്തിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് സ്റ്റുഡിയോയിലെ മിക്ക ജീൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ അത് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ ഇനി ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. സോ കൂടുതൽ വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ നല്ല സമയമായി. നമുക്ക് പെട്ടെന്നൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. സോ കമോൺ. ഫസ്റ്റ് ഞാൻ ഈ പ്ലമ്മിന്റെ ടോണറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് നയസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ വരുന്ന ടോണറാണ്. ക്ലെൻസറോ ഫേസ് വാഷ് ഇടുമ്പോൾ നമ്മുടെ സ്കിൻ pH ഒന്ന് മാറും. അപ്പോൾ അത് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് നമുക്ക് ഏത് ഇൻഗ്രീഡിയൻസും ആണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നയസിനമൈഡ്, ബിക്കോസ് എനിക്ക് നല്ല ഓപ്പൺ പോർസ് ഉണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നയസിനമൈഡ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കൺസേൺ ഇപ്പോൾ ഡ്രൈനസ് ആണ്, അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഉപയോഗിക്കാം. ഡ്രൈനസ് ആണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉപയോഗിക്കാം. അങ്ങനെ കുറേ അധികം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് നിങ്ങൾ യൂസ് ആക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ ആണ്. ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആണ് ഇത്. എനിക്കിപ്പോ അത്യാവശ്യം പിമ്പിൾസ് കുറഞ്ഞിട്ടുണ്ട് മുന്നത്തെക്കാളും. എനിക്ക് മുന്നേ ഭയങ്കര പിമ്പിൾസ് ആണ്. എന്റെ ആക്നി പ്രോൺ സ്കിന്നാണ്. സോ അത്യാവശ്യം എന്താ കുറഞ്ഞിട്ടുള്ളത് എന്റെ സ്കിൻ കെയർ റുട്ടീൻ കൊണ്ട് തന്നെയാണ്. നൈറ്റ് ഞാൻ മുന്നേ മോർണിംഗ് മാത്രമേ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എസൻസ് ഇടുന്നത് അത്യാവശ്യമാണ്. ബിക്കോസ് എസൻസ് ഇടുമ്പോഴാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുകയും പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ഗുഡ്നെസ് നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നത്. സോ ഞാൻ ഈ ഉപയോഗിക്കുന്ന എസൻസ് വന്നിട്ട് സ്നെയിൽ മ്യൂസിൻ ആണ് കേട്ടോ, കോസിറക്സിന്റെ. ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിന്, ഇത് ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. ഇത് ഭയങ്കര ഹൈഡ്രേഷൻ നൽകും കേട്ടോ. ഞാനിപ്പോൾ മോർണിംഗും നൈറ്റ് റുട്ടീനിലും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതും നമ്മൾ സർക്കുലർ മോഷനിലല്ല നമ്മൾ ഇത് ചെയ്യാനുള്ളത്, അപ്ലൈ ചെയ്യാനുള്ളത്. നമ്മൾ ഇതേപോലെ പാറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പാറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ എസൻസ് യൂസ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഡ്രൈ ആവാൻ വിടണം കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് സെറം യൂസ് ആക്കാനുള്ളത്. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് ഈ ഒരു പ്ലമ്മിന്റെ വൈറ്റമിൻ സി 15% സെറം ആണ്. ഇത് ഡാർക്ക് സ്പോട്ട് കുറയ്ക്കും, അതേപോലെ തന്നെ സൺ ഡാമേജിൽ നിന്നൊക്കെ അത്യാവശ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ചിലവരിങ്ങനെ സർക്കുലർ മോഷനിലൊക്കെ ഇത് ചെയ്യും. നമ്മൾ എപ്പോഴും സെറം ഇങ്ങനെ പാറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഞാൻ ലിപ്സിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ SPF 30+ വരുന്ന ലിപ് ബ്രൈറ്റനിങ് ബാം ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ സിയും റിസോഴ്സിനോളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൺ ഡാമേജ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ, ലിപ്സിലെ പിഗ്മെന്റേഷനും നമുക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ആക്കാം. ഞാൻ പ്ലമ്മിന്റെ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഈ ഒരു ഡാമാകോയിന്റെ നിയാസെറമൈഡ് വരുന്ന മോയ്സ്ചറൈസർ യൂസ് ആക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഡീകൺസ്ട്രക്റ്റിന്റെ തന്നെ സൺസ്ക്രീൻ ആണ്. ഇത് SPF 55+ ഉണ്ട്, അതേപോലെ തന്നെ PA+++ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിന്റെ ടെക്സ്ചർ മാത്രം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് ജെൽ ടൈപ്പ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ലൈറ്റ് വെയിറ്റ് ജെൽ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഇത് ജെൽ ടൈപ്പ് അല്ല. വൈറ്റ് കാസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഈ അബ്സോർബ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ മേക്കപ്പ് ഇടുവാണെങ്കിൽ ഞാൻ അതിന്റെ ആ ഒരു സ്റ്റെപ്സിലോട്ട് പോകും, അതായത് പ്രൈമർ അങ്ങനെയൊക്കെ യൂസ് ആകും. ഞാൻ ഇപ്പൊ മേക്കപ്പ് ഇടുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഐസിൽ കുറച്ച് ഇത് ചെയ്യാം. സോ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ആക്കിയതല്ല കേട്ടോ, ഇത് തറ വീണ് പൊട്ടിയതാണ്, ഇളകിപ്പോയതാണ്. ഈ രണ്ട് ന്യൂഡ് ഷെയ്ഡിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇത് മാൾസിന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. സോ ഞാനൊന്ന് എൻ്റെ പിരിക ഇപ്പോൾ അത്ര ഷേപ്പിലല്ല ഇരിക്കുന്നത്. സോ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വരച്ചു കൊടുക്കും കേട്ടോ. എനിക്ക് അത്ര പിരികം ഇല്ല. സ്പ്യൂളി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് എൻവൈബയുടെ കാജറാണ് കേട്ടോ. ഇത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആണ്, അതേപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫ് ആണ്. അതൊന്ന് ഫസ്റ്റ് ഇടുന്ന നേരത്ത് അങ്ങനെ ആവത്തില്ല, അതൊന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും കേട്ടോ.
സോ ഇത് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. വാട്ടർ ലൈനും അതേപോലെ തന്നെ ടൈറ്റ് ലൈനും എഴുതുക. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്ന ഈ ഒരു ഐലൈനറാണ്. കുട്ടിക്കാലം തൊട്ട് യൂസ് ആക്കാൻ തുടങ്ങിയ ഈ ഒരു ഐലൈനർ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ആക്കുന്നത്. ഇത് മാത്രം ഒരു മാറ്റവും ഇല്ല. ഡാസ്ലറിന്റെ ഐലൈനർ ഞാൻ എന്തൊക്കെ ഇപ്പോൾ വാങ്ങിച്ചാലും ഞാൻ ലാസ്റ്റ് ഇതിൽ തന്നെ വന്നെത്തും. ഈ ഒരു വാട്ടർ ലൈനും കൂടെ ഐലൈനർ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, സ്മച്ച് ആവാതിരിക്കാൻ വേണ്ടി. ഇത് സ്റ്റേജിന്റെ 9-9 മസ്കാരയാണ് കേട്ടോ. ഇത് വോളുമൈസിങ് അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് മസ്കാര ഞാൻ അങ്ങനെ ഡെയിലി ബേസിൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രമല്ല, ഇത് റിമൂവ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ബിക്കോസ് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഇത് ദിഗംബരൻ ലുക്ക് ആക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമേ. സോ നമ്മൾ മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ വെച്ച് തന്നെ ഒന്ന് പൊട്ടെഴുതാം. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു പൊട്ടുകളെ ചെയ്തോളെ, എനിക്ക് വലിയ പൊട്ടുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല. നെക്സ്റ്റ് നമുക്ക് NYBയുടെ ഈ ഒരു ക്രീം ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ലിപ് ബാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റണം. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് ഈ പ്ലമ്മിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 137 റെഡ് സോൺ എന്നാണ്. ഇതും ഭയങ്കരമായിട്ട് ഗ്ലൈഡ് ചെയ്യും, ബട്ടറി ലൈക്ക് ആണ്. ലൈനായിട്ട് ഞാൻ കൊടുത്തു. ഇനി അകത്ത് വേറെ എന്തെങ്കിലും ലിപ്സ്റ്റിക് വെച്ച് ഫില്ല് ചെയ്യാം. ഇതിന്റെ ഈ ഒരു 9-9 തന്നെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് കാൻഡി ക്രഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അത് ഞാൻ ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ഹെയറും കൂടെ സെറ്റ് ചെയ്താൽ മതി. ഇനി മുടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പെരുത്താണ് ഇടുന്നത്. ഇതൊരു 1 or 2 പമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉടക്കെടുക്കാം. നമുക്കിനി ആക്സസറീസും കൂടി ഇട്ട് കാണാം. ഞാൻ ജോക്കർ ആൻഡ് വിച്ചിന്റെ വാച്ച് കെട്ടി, അതേപോലെ തന്നെ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ പെയർ ചെയ്യുന്നത്. ഇത് ഞാൻ സ്റ്റൈലോ ഫാഷനിങ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരെ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇത്ര തന്നെയാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രോസസ്സ് ലോങ് ചെയ്യും. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. വേറെയും കുറേ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. സോ സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.